ഹലോ മണി, നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം നാളെ ഉച്ചയ്ക്ക്. എന്താ കാര്യം? പറയാം. ഈ കുടുക്കിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട്. നീ കൂടെ തന്നെ വേണം. ഓ ഷുവർ. എന്ത് തോന്നി? വെറും പാവം തോന്നിയില്ലേ? അവൻ നല്ല നടനാ. ഒരു തുള്ളി ഗ്ലിസറിൻ പോലും ഇല്ലാതല്ലേ അവൻ കരഞ്ഞത്. കള്ളൻ. എടാ, അവനെ നമ്മൾ പിടിച്ചതല്ല, പിള്ള നമുക്ക് ഇട്ട് തന്നതാ. നീ എന്തീ പറയണേ? പിള്ളയുടെ പൊറാട്ട് നാടകത്തിലെ അടുത്ത രംഗം. എടാ, ഇവനിപ്പോൾ പറഞ്ഞ ഈ കഥയെല്ലാം വിശ്വസിച്ച് 12-ാം തീയതി ഞാനും രേണുകയും കൂടെ ആ ഒറിജിനൽ കൊലപാതകം ഷൂട്ട് ചെയ്യാൻ ചെല്ലും. അപ്പോൾ അവിടെ പിള്ളയും കർത്തയും അവരുടെ പിള്ളേരും കൂടെ കാത്തിരിക്കും. കാരണം ചാവേണ്ടത് ഞാനും രേണുകയുമാണ്. സിമ്പിൾ. കാര്യങ്ങൾ വല്ലാത്തൊരു കുരുക്കിലേക്കാണല്ലോ പോകുന്നത്. യെസ്. പുറത്തേക്കുമ്പോൾ സത്യം തെളിയിക്കാൻ ഞാനും രേണുവും എന്തൊക്കെ ചെയ്യും എന്ന് അവർക്ക് ഒരു പിടിയില്ല. അപ്പം ഞങ്ങൾ അവസാനിക്കണം. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഒളിവ് ജീവിതം അങ്ങനെ വരുത്തി തീർക്കും അവർ. പോലീസും സർക്കാരും മീഡിയയും. വേറെ വഴിയില്ല ഋഷി. 12-ാം തീയതി അവരുടെ കശാപ്പ് ശാലയിലേക്ക് ചെന്ന് കയറിയേ പറ്റൂ. ഞങ്ങൾക്കിത് ഒരേ സമയം കെണിയും രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ഒരേ ഒരു മാർഗം. വിജയിച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം. ഒപ്പം ഭരതൻ പിള്ളയുടെ രാഷ്ട്രീയ സമാധി. തോറ്റ മരണം. നിന്റെ ഭാഷയിൽ ആത്മഹത്യ ചെയ്തതാണത്രേ. പന്ത്രണ്ടാം തീയതി സുഗുണം പറഞ്ഞ ഇൻസിഡന്റ് എന്ത് റിസ്ക് എടുത്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യും. വിരോധാഭാസം നോക്കണേ. ഇപ്പോൾ നമ്മൾ എന്ത് വിലയുള്ള എക്സ്ക്ലൂസീവ് ചെയ്താലും ഒരു ചാനലും കാണിക്കില്ല, ഇവന്റെ NBI ഒഴികെ. അല്ല, നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണേ. ഇനിയിപ്പോ ഈ സ്റ്റോറി വല്ല മുഴുത്ത ചാനലിനും കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പറയണം. വെറുതെ നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ വന്നാലെന്താ? ഒരു പഴുത് കിട്ടിയ ക്യാമറമാൻ വേണുവിനോടൊപ്പം രേണുക എന്ന് പറയാനല്ലേ? വരണ്ട. എന്റെ ക്രെഡിബിലിറ്റി കൂടി ഉൾപ്പെട്ട ഇഷ്യൂ ആണ്. ഞാൻ വരും. ആരെതിർത്താലും ഞാൻ വരും. നീ ചെല്ലേ, ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ സഹിക്കുക ഈ ചവിട്ടി തേക്കില്. വലിയ പരിഗണനയൊന്നും വേണ്ട. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. അർഹിക്കുന്നുമില്ല. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ബോധ്യപ്പെടേണ്ട ആള് അത് കേൾക്കാൻ ഇതുവരെ നിന്ന് തന്നിട്ടില്ല. ഒരു റീകൺസിലേഷൻ ടോക്കൺ എനിക്ക് താല്പര്യമില്ല. എനിക്കും. പിന്നെ ഇത് ഞാനും കൂടി ഇൻവോൾവ് ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. എന്ത് പറഞ്ഞാലും എനിക്ക് ഇതിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നിന്നെ മാറ്റിയിരുത്ത മരണത്തിൽ നാടി മറ്റവളെ കുറെ നാളെ മനസ്സിൽ കൊണ്ടിരുന്നല്ലേ. അതിന്റെ പേരില് അവനിപ്പോ ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ പോകുന്ന കൊലകളത്തിലേക്കാ. എന്താ? ഒന്നുമില്ല. പറ ഋഷി, ഞാൻ അറിയാതെ എന്താ സംഭവിക്കാൻ പോണത്? കൊല്ലപ്പെടാൻ പോകുന്ന സുഗുണനല്ല, നീയും വേണു. ഇനിയും പോണം തോന്നുന്നുണ്ടോ? ഇതറിഞ്ഞിട്ട് ഞാൻ കൂടെ പോയില്ലെങ്കിൽ പിന്നെ ഞാനില്ല ഋഷി. ഇത്രയും നാളും സമയമുണ്ടല്ലോ, അവസരം കിട്ടുമ്പോൾ പറയാന്ന് കരുതി. വേണുവിനൊപ്പം ഈ സ്റ്റോറി ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതും അങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച. ഇനിയിപ്പോ സമയത്തിന്റെ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പറയാം, ഞാൻ നിങ്ങളെ ആരും ചതിച്ചിട്ടില്ല ഋഷി. അന്ന് പോലീസിന് ഭയന്ന് ടേപ്പ് എന്റെ കയ്യിൽ തന്ന് വേണു എന്നെ കാറിൽ കയറ്റി വിട്ടില്ലേ? ഞാൻ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഋഷിയുടെ സ്റ്റുഡിയോയിലേക്ക് തന്നെ പുറപ്പെട്ടത്. പക്ഷേ അപ്പോ വേഗം പോ, 9 കാലായി. എഡിറ്റ് ചെയ്ത് 10 മണിക്ക് എയർ ചെയ്യേണ്ടതാ. ധൈര്യമായിട്ടിരിക്കും. 15 മിനിറ്റിനുള്ളിൽ ഞാൻ എത്തിച്ചേരും. മണി സക്സസ്. ഞാൻ ഫുട്ടേജ് ആയിട്ട് സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വേണു, എനിക്കറിയാം. ഞാൻ ആ പരിസരത്തുണ്ടായിരുന്നു. ആഹാ. ആകെ കുഴപ്പമായി. വേണുവിനെ പോലീസ് പിടിച്ചു. അയ്യോ, പോലീസ് ഇപ്പൊ നിന്റെ പുറകെ വരും. അയ്യോ ഈശ്വരാ. ഞാൻ തൊട്ട് പുറകിലുണ്ട്. ബ്ലാക്ക് ഇന്നോവ. വണ്ടി നിർത്ത്. വേഗം വന്ന് എന്റെ കാറിൽ കയറ്. അതാണ് സേഫ്. അപ്പോ വണ്ടി നിർത്ത്. രേണു, സമയം. അപ്പൊ നീ വണ്ടി നിർത്ത്. വേഗം കയറ്. മണി പെട്ടെന്ന്.
മണിക്ക് അറിയാനുള്ള സ്റ്റോറിയാ. ഭാരത് വിഷന്റെ സാലറിയും വാങ്ങിച്ച് NBA-ക്ക് സ്റ്റോറി ഉണ്ടാക്കാൻ നടക്കുന്നു. അതിന് സാർ ഞാനിപ്പോ നിങ്ങളുടെ സ്റ്റാഫ് അല്ലല്ലോ. 5 ദിവസം മുൻപ് ഞാൻ റിസൈൻ ചെയ്തില്ലേ? അങ്ങനെ ഒരു റെസിഗ്നേഷൻ അവിടെ കിട്ടിയിട്ടുമില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. മണി, വണ്ടി നിർത്ത്, എനിക്ക് ഇറങ്ങണം. അവൻ നിർത്തില്ല. നിർത്തിയാലേ നിങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്ത ഫുട്ടേജ് ഭരതമ്പിള്ളയുടെ കയ്യിലിരിക്കും. സ്റ്റുഡിയോയിലേക്ക് വിടാം. ഈ സ്റ്റോറി ഭാരത് വിഷൻ തരാന്ന് പറഞ്ഞ് ഇവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്ന 2 ലക്ഷം രൂപയാണ്. അപ്പൊ പിന്നെ ഇതെങ്ങനെ NBA-യുടെ ലോഞ്ചിങ് സ്റ്റോറിയാവും? എന്റെ തെറ്റാണ് സർ. എവിടുത്തെ NBA-ക്ക് കമ്മിറ്റ് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ആ പണം ഞാൻ തിരികെ തരാം ഇന്ന് തന്നെ സർ, പ്ലീസ്. അത് തീർന്നിട്ടില്ല വക്കീലെ. അതിന്മേൽ ഇനി ടോക്ക് വേണ്ട സാർ. പക്ഷേ പണം മാത്രമല്ല പ്രശ്നം. നീ ഈ സ്റ്റോറി ചെയ്തുകൊണ്ട് വരുമ്പോ ഇവിടുത്തെ ജൂനിയർ റിപ്പോർട്ടർ എന്ന നിനക്ക് വേണ്ടി ഇവൻ ബാർഗൈൻ ചെയ്ത് ഉറപ്പിച്ചു വെച്ചിരുന്നത് ഇവിടുത്തെ സീനിയർ എഡിറ്ററുടെ പോസ്റ്റാണ്. അറിയോ? മണി, എനിക്ക് ഇവരുടെ ഒരു പോസ്റ്റും വേണ്ട. നീ ആ ഫുട്ടേജ് വാങ്ങിത്താ. അല്ല, ഈ സ്റ്റോറി NBA-യിൽ തന്നെ വരും. വരില്ല രേണുക. മറ്റേത് ചാനലിൽ വന്നാലും NBA-യിൽ മാത്രം ഇത് വരില്ല. ഭാരത് വിഷനിൽ ഋഷി ഉപേക്ഷിച്ചിട്ട് പോയ ചെയറിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അപ്പോ ഇത്രയ്ക്ക് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സ്റ്റോറിയുമായിട്ട് ഋഷി ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കതെങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റും? മണി, ഇവർക്കിതൊരു ചാനൽ വാറാണ്. എനിക്ക് എന്റെ വിശ്വാസതയും ലൈഫും ആണ്. മണി പ്ലീസ്, നാളെ മാരേജ് ആണ് എന്റെയും മേഡന്റെയും. സർ പ്ലീസ്. നീ ഇനി സംസാരിക്കരുത്. ഓക്കെ, രേണുകയുടെ സമ്മതമില്ലാതെ ഞാനിത് എയർ ചെയ്യില്ല, ഉറപ്പ്. പക്ഷേ NBA ജനിക്കാതിരിക്കാൻ ഞാനിത് ഉപയോഗിക്കും. സിമ്പിൾ. ഭരതമ്പിള്ളയെ വിളിച്ച് ഈ ഫുട്ടേജ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. NBA പിന്നെ ഋഷിയുടെ സ്വപ്നം മാത്രമായിരിക്കും. അതുപോലെ പിന്നെ കസ്റ്റഡിയിലുള്ള വേണു ഇനി ഏത് രൂപത്തിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് പറയാനാവില്ല. രേണുവിക്ക് സമയമുണ്ട്. ഭരതൻപിള്ള ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നത് വരെ. സർ വേണ്ട സർ, സർ പ്ലീസ്, ഞാൻ കാല് വിളിക്കും. സർ ഇത് രേണുവിന്റെ ഭാവിയാണ് എഫക്ട് ചെയ്യുന്നത്. ഹലോ, ഭരതൻപിള്ള സാറില്ലേ? അതെ, ഭരതമ്പിള്ള. ഹലോ ഹലോ. ഒറ്റ രാത്രി കൊണ്ട് ആരും ഇല്ലാതാകുക, ഒന്നുമില്ലാതാകുക. സർവൈവലിന് ഭാരത് വിഷൻ എന്ന ഓപ്ഷൻ മാത്രമേ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. രേണു, ഈ 5 വർഷം താനിത് വേണുവിനോടത്. ഋഷി വേണ്ട. രേണു അവനിത് ഇപ്പൊ അറിയാം. ഈ കാര്യം വേണു അറിഞ്ഞ എന്ത് സംഭവിച്ചാലും എന്നെ കൂടെ കൂട്ടില്ല. ഇഷ്ടമുള്ളവരെ കുറിച്ച് വേണുവിനുള്ള കൺസേൺ എനിക്കറിയാം. പ്ലീസ് പറയരുത്. ഇല്ല. എന്തോന്നാടാ ഒരു ഗൂഢാലോചന? പിശാച് ഇതിന്റെ ഇടയിലും വല്ല പണി തരുമോ? ഡാടാ, ഒരാൾ ഇത്രയും ദുഷിച്ചു പറയരുത്. ഓഹോ, നീ അവളുടെ സൈഡോ എന്റെ സൈഡോ? നീ ഉണ്ടാവണമെന്ന് പറയുന്നത് അതുകൊണ്ട്. വക്കീലേ, ജീവൻ പണയം വെച്ച് ഈ സ്റ്റോറി റിപ്പോർട്ട് ചെയ്യാൻ മുട്ടിയേക്കാ തന്റെ കസിൻ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക, ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വേണു വേറെ വഴിയൊന്നും ഇല്ല. വഴി വേറെ ഉണ്ടെങ്കിൽ പറയേ. മണി, വേണു പറയട്ടെ. ഇന്ന് തീയതി 10, മറ്റന്നാ 12. ഞാനും ഇവളും കൊല്ലപ്പെടാൻ പോകുന്നു എന്നതിന്റെ അവസാന നിമിഷം വരെ ഷൂട്ട് ചെയ്താലേ പിള്ളയുടെയും കർത്തയുടെയും ഉദ്ദേശം നമുക്ക് തെളിയിക്കാനാവും. പക്ഷെ ആര് എങ്ങനെ ഷൂട്ട് ചെയ്യും? ക്ലബ് ഹൗസിലോ പരിസരത്തോ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. പിന്നെ വാ പറയാം. 500 മീറ്റർ, അതായത് ക്ലബ് ഹൗസിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരെയുള്ള സ്റ്റേഡിയത്തിന്റെ പവലിയന്റെ മുകളിൽ ടെലിസ്കോപ്പിക് ലെൻസസ് ഘടിപ്പിച്ച ക്യാമറകൾ ഞങ്ങൾ ഇറക്ട് ചെയ്യും. ഋഷിയുടെ ക്യാമറ ക്രൂ അത് ഓപ്പറേറ്റ് ചെയ്യും. സുഗണന്റെ കൊലപാതകം കവർ ചെയ്യാനെന്ന മട്ടിൽ ഞാനും ഇവളും 12-ാം തീയതി രാത്രി ക്ലബ് ഹൗസിലെത്തും. ഞങ്ങൾ വളയപ്പെടും. ചെറിയൊരു കശപിശ, എന്റെ വക ഒരു ചെറിയ മൈനർ സെറ്റ് കയ്യാങ്കളി. ഒടുവിൽ ഞങ്ങൾ പിടിക്കപ്പെടും. പിള്ളയോ കർത്തയോ നേരിട്ട് വരാണെങ്കിൽ ഒരു സിനിമ സ്റ്റൈൽ ഡയലോഗ് പ്രതീക്ഷിക്കാം. അതിന്റെ ഓഡിയോ അതിനുള്ള വോയിസ് റെക്കോർഡർ എന്റെ പോക്കറ്റിലുണ്ടാവും. ആവശ്യത്തിനുള്ള ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ അബുവും കയറി ഇടപെടണം. മോനെ വൈകിച്ചേക്കരുത്, കാറ്റ് പോവും. ഞാൻ ഏറ്റു സർ. എന്റെ ഒരു പേടി പറയട്ടെ. പേടിയുള്ളവര് പോരണ്ട, ആദ്യം പറഞ്ഞല്ലേ. അവൾക്ക് പറയാനുള്ള പറയട്ടെ. അതിനുമ്പ് നീ രേണു പറ. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിള്ളയും കർത്തയും എന്നേക്കുമായി രക്ഷപ്പെടും. അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ പറ്റില്ല. അതിലേക്ക് തന്നെ ആണടി പുല്ലേ ഞാനും പറഞ്ഞു വരുന്നത്.
ഇത് NBA വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോറി ആയിരിക്കില്ല. പിന്നെ ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ് അറിയിക്കാതെ വേറെ 2 ചാനൽ കൂടി ഷൂട്ട് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കും. അതിനുവേണ്ടിയാ വക്കീലിനെ വരുത്തിയത്. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് മാത്രം നടക്കില്ല വേണം. ഇത് NBA മാത്രമുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോറി ആയിരിക്കും. എടാ. ഒന്നും പറയണ്ട. ഞാനിപ്പോ ഈ ഒരു സ്റ്റോറിയുടെ പ്രതീക്ഷയില്ല. ഇത് വെച്ച് പലതും ഞാൻ പ്ലാൻ ചെയ്തു പോയി. പക്ഷേ ഒരു എക്സ്ക്ലൂസീവിന്റെ വിലയുള്ളൂ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്. ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഞാനൊന്നും എഡിറ്റില്ലല്ലോ, നഷ്ടപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ. ഈ സ്റ്റോറി എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യും. മറിച്ചാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കൂടുതലൊന്നും നീ എന്നെ പ്രതീക്ഷിക്കണ്ട. എങ്കിൽ മറിച്ചാണ്. നീ ഈ സ്റ്റോറി ചെയ്യുന്നില്ല. അബു വണ്ടി കയറാ. ഋഷി എന്താ പറഞ്ഞിട്ടില്ലേ? സാറ് തന്നെ ഓടിച്ചു പോയാൽ മതി. ഋഷി ഋഷി പ്ലീസ്. എന്താടി നിന്റെ അച്ഛൻ ചത്തോ? എല്ലാവർക്കും സ്വന്തം കാര്യം. ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കാണുന്നത്. എന്റെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ ഈ അബു മതി. വക്കീലേ, മറ്റന്നാളാണ് 12-ാം തീയതി. നാളെ രാത്രി ഞാൻ ഇവിടെ കൂടെ സ്റ്റേഡിയത്തിൽ ക്യാമറ ഇറക്കിയാൻ പോകും. 2 ചാനലുകൾ ഏതൊക്കെയാണെന്ന് ഫിക്സ് ചെയ്തിട്ട് എന്നെ വിളിക്കേ.